സോ ഗായ്സ്, ഇന്നാണ് 5ാമത്തെ ദിവസം. രാവിലെ തന്നെ എണീറ്റ് കുളങ്ങര കളിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. സൂര്യനോ ഞാനോ നോക്കിയിട്ട് സൂര്യൻ തന്നെ വിജയിക്കുന്ന ലക്ഷണമാണ് കാണുന്നത് ഗായ്സ്. വണ്ടാരം. ഏതോ ഒരു വീഡിയോയിൽ അറിയാണ്ട് ഞാൻ നൂലപ്പം ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നീട് എന്നും അത് തന്നെയാണ് ഗായ്സ്. ഇന്ന് കൈൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ടീച്ചേഴ്സിന് ഞങ്ങളൊരു മിഠായൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ കൂടെ വന്ന ഐറ്റമാണ്. അവൻ പോത്ത് പോലെ കിടന്നുറങ്ങി. തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ ഷുഗർ റഷിൽ കയറി. കൈക്ക് കേക്കും പിന്നെ ഡ്രാഗനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. വലിയ എന്തോ ചർച്ചയിലാണ്, പക്ഷെ റോഡിൻ്റെ നടുക്കായിപ്പോയി. ലഞ്ചിന് കുറച്ച് ചെമ്മിനും മുട്ടയുമാണ് എടുത്തത്. വൈകിട്ടത്തെ സെലിബ്രേഷന് മുന്നേ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത്. അങ്ങനെ ചെക്കൻ റെഡിയായി നേരെ ഫോട്ടോഷൂട്ടിന് ഇരുന്ന്. മെയിൻ ക്യാരക്ടർ എനർജി തന്നെ. നോക്കൂ ഗൈസ്. അങ്ങനെ ഒറ്റക്ക് ഫോട്ടോഷൂട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി നിന്ന് 2 ഫോട്ടോ എടുത്ത്. അങ്ങനെ തിരിച്ചു വന്നിട്ട് നേരെ അലങ്കോലപ്പണികൾക്ക് തുടക്കമിട്ടു. ഇത് മതിയാ, ഇങ്ങനെ നിന്നോ. എടാ ഹാപ്പി കച്ചൊക്കെ വേണോട്ടാ. അധ്വാനിക്കുന്ന ഈ ജനവിഭാഗത്തിന്റെ ആ വേർപ്പിന്റെ വില നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഷുഗർ റഷീന്ന് വാങ്ങിച്ച ഹേസൽനട്ട് വൈറ്റ് ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ല കേക്കായിരുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേർ ടീംസ് ഒക്കെ കേക്ക് കട്ടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ചെക്കൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കൊടുത്തു. എല്ലാരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. ഗൗതം മേനോൻ പറഞ്ഞ പോലെ ഞാൻ കേട്ടത് ഇത്, അവൻ സെഞ്ചത് ഇത്, എല്ലാം ഇവന്റെ ഓരോരോ അപരാധം. ഒരു പ്രലോഭനങ്ങളിലും ഞാൻ വീണില്ല ഗൈസ്. ഹാപ്പി ടു യു. അങ്ങനെ അഗെയിൻ ഇതും ഒരു നല്ല ദിവസമായിരുന്നു. ആക്ച്വലി ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ ഞാൻ വലിച്ചു വാരി എന്തൊക്കെയോ കഴിക്കും. കുറേ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കും. അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ മാക്സിമം കഴിക്കും. പക്ഷെ എന്നെ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിക്കൊണ്ട് ഈ പ്രാവശ്യം ഞാനൊന്നും കഴിച്ചില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് കൈരവ് തന്നൊരു പീസ് കേക്ക് അല്ലാതെ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ മീ. കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതേപോലെ എൻ്റെ ഓരോ പോസ്റ്റിനും അല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസം ചെയ്യുന്ന ഈ വ്ളോഗിന് കമൻ്റ് ഇടുന്നവർ, ലൈക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഓരോ സജഷൻസൊക്കെ തന്നവർ, നിങ്ങളൊക്കെ ഭയങ്കര വലിയൊരു പാർട്ടാണ് ഇപ്പം എൻ്റെ ലൈഫിൽ. ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് എല്ലാവരോടും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ആൻഡ് നാളെ ഞാൻ വീണ്ടും വരും. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്തായാലും പോയിരിക്കും.